ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ഫോർ ആദി. ഇന്ന് നമ്മൾ കുറച്ച് ഫോർമുല 1 ഗെയിംസ് കളിച്ച് റേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഗെയിമിൻ്റെ പേര് വരും ഇത് അത്ര റിയൽ അല്ല, കാണിച്ചു തരാം, പേര് കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ കാണാം, റിയൽ ഫോർമുല കാർ റേസിംഗ് ഗെയിം. ഞാനിങ്ങനെ കളിച്ചു നോക്കാം. ഇതിൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട്. ഞാൻ അത്ര നല്ലതൊന്നുമല്ല, അപ്പം എൻ്റെ കളിയൊക്കെ ഇത് 3 ഫസ്റ്റ് റൗണ്ട് ഓസ്ട്രേലിയയിലാണ്. കാണല്ലേ, ഹാൻഡ് ബ്രേക്ക് വന്നില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കൊള്ളൂല കേട്ടോ, ആരും ഒന്നും ട്രൈ ചെയ്തോന്നില്ല. ഒരു തിരി വരുന്നുണ്ട്. ഇതില് എന്ത് ഗ്രിപ്പ, ഓട്ടോമാറ്റിക് അമ്മ തട്ടുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആണ്. കാര്യമില്ല, ഞാനാണ് ഫസ്റ്റ്. അത് വരുന്നില്ല. നോക്കാം, ട്രൈ ചെയ്യാം. നല്ല പണിയാണെന്ന്. കുറച്ച് ക്യാമറ അയ്യോ ബെസ്റ്റ് ജസ്റ്റിൻ്റെ ഇത് സീരിയാണ്. എന്തൊരു എഫക്റ്റ് അല്ലേ, ഭയങ്കര ഓവറായിട്ട് ടേൺ കിട്ടുന്നില്ല. ഓ വഴി എങ്ങനെ ഫസ്റ്റ് ലാപ്പ് നേരത്തെ ഫോർമുല 1 അത്ര ഇതൊന്നുമല്ല. ഞാൻ F1 മൂവി കണ്ടതിന് ശേഷം ഇത് കുറച്ച് റേസ് നോക്കി. ഇതിൻ്റെ കൂടെ തിരിയത്തില്ല വണ്ടി. ഞാൻ തോറ്റു പോയി. ലാസ്റ്റാ മനസ്സിലായി കോമ്പറ്റീഷൻ. ഈ F1 എത്ര നല്ലല്ല കേട്ടോ. ഗ്രാഫിക്സ് ഒരു 3 out of 5. എനിക്കവിടെ തിരിയാത്ത വണ്ടി വരുന്നുണ്ട്. കുറച്ച് ഗെയിംസ് ഇങ്ങനെ പോവാം. ഇതെന്താണ്, ഞാൻ മാത്രം ഇങ്ങോട്ട് വരിച്ചിട്ട് വളരെ 7 ഇതല്ല കേട്ടോ. ഫൈനൽ ലാപ്പ് നമ്മൾ കയറ്റി വിടുന്നില്ല അതിൻ്റെയൊക്കെ. അത് ഒരു നല്ല കാര്യമാണ്. എന്തെങ്കിലും ഇപ്പം ഇതില് പിറ്റ് സ്റ്റോപ്പൊന്നും ഇല്ലല്ലേ. അപ്പം ഞാൻ എത്ര മണിക്കില്ല ഫസ്റ്റാണ്. ഇതിന് ഫസ്റ്റ് വേറെ ഈസിയാണ്. നമ്മളെത്തും. ഇതിലെ ഫിസിക്സിന് ഞാൻ കൊടുക്കുന്നുണ്ട്, മാർക്സ് ഉണ്ട്. ഫസ്റ്റാടാ, നമ്മൾ ഫസ്റ്റ് ഡ്രിഫ്റ്റ് അടിക്കും. The markets are down. There guys. ഈ ഗെയിം നിർത്തി നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ.
പിന്നെ വന്ന് ഈ ഗെയിമിൻ്റെ പേര് FX Racer. നോക്കാം. FX Racer ഞാൻ കളിച്ചു നേരത്തെ, അപ്പോൾ എനിക്കറിയാം കുറച്ച് കാര്യം. ഇത് പക്ഷെ കുറച്ചും കൂടെ നല്ലതാണെന്നാണ്. നമുക്ക് മറ്റേതിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ പറയാം. മറ്റേതിൻ്റെ റേറ്റിംഗ് ഒരു 6 out of 10. 6 out of 10 അതാണ് ഞാൻ കൊടുക്കുന്ന ഫൈനൽ റേറ്റിംഗ്. 6 out of 10 ബിക്കോസ് ഫിസിക്സ് ഇത്തിരി ലോയാണ്, ഗ്രാഫിക്സ് ലോയാണ്. ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. ഗെയിം കൊള്ളാം, ഇത്രയേ ഉള്ളൂ. ഈ FX Racer കളിച്ചിട്ട് അതിൻ്റെ ഇതിന് കൊടുക്കാം. ഇത് ഈസിയാണ്, ഞാൻ കളിച്ചിട്ടുണ്ട് 10 മിനിറ്റ് മുമ്പ്. ഉണ്ടാ ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ഗ്രാഫിക്സ് ആണ്. പക്ഷെ ഇത് നല്ല പവറിൽ പോവുമല്ലായിരുന്നു. കണ്ട ഇങ്ങനെയൊക്കെ അവിടെ ഇതിൽ റാങ്ക് പെട്ടെന്ന് കുറയും. അത്രയും പവറിലാണ് ഇതിലുള്ള ആൾക്കാർ കളിക്കുന്നത്. റിയൽ F1 അല്ല. ഇതിലാണെങ്കിൽ കോർണേഴ്സിൽ സൈഡ് പിടിക്കുക. ഇതിൽ ഞാൻ മിക്കവാറും തോക്കും. കാര്യം ഭയങ്കര ഹാർഡ് ഗെയിമാണ് എനിക്ക് തോന്നി. ഇത് F1 ഭയങ്കര വലിയ ഫാൻസിന് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഫിസിക്സൊക്കെ അറിയാമെങ്കിൽ കളിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഗ്രാഫിക്സിന് ഓവറോൾ നല്ല മാർക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ. കേട്ടോ എനിക്ക് തിരി കിട്ടുന്നില്ല, അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇവന്മാർ ടീം പോലെ കളിക്കുന്നു. അപ്പോൾ എന്നെ മാത്രം പുറത്താക്കിയിടും. കുറച്ചിതാ കണ്ട എന്തോ ഭാഗ്യം കൊണ്ട് കയറി തിരിച്ച്. ഇതിൽ ടയേഴ്സൊക്കെ, ഇതിൽ ടയേഴ്സിന് ഫിസിക്സൊക്കെ ഉണ്ട്. ഹാർഡ് ടയേഴ്സ് ഉണ്ട്, സോഫ്റ്റ് ടയേഴ്സ് ഉണ്ട്. ഇതിൽ തപ്പോടെ എൻ്റെ സ്കോർ മുഴുവൻ പോയി. ഈ കണ്ട എന്ത് പാടാണ് ഇതിലേക്ക്. 3 ലാപ്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ടില്ല. പോടാ പിന്നെ ഞാൻ കിട്ടില്ല. ഇത് ബ്ലാക്കും ഇല്ല. ഏറ്റവും മേലെ നിങ്ങൾക്ക് ആ മാപ്പ് കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ നേരത്തെ കളിച്ച ഗെയിമിൽ മാപ്പിൻ്റെ ഒരു റൗണ്ട് പോലത്തെ മാപ്പ്. അത് ഈസിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 20 പോയി. എന്താ ഞാൻ ലാസ്റ്റ് തോക്കുന്ന കണ്ടോ നിങ്ങൾ? ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിട്ട് കളിക്കും. ഇവന്മാർ പോയുടെ എങ്ങോട്ടൊക്കെയോ പോയി കഴിഞ്ഞു. തോറ്റേ റിവേഴ്സ് ബാക്കോ ചെയ്തു. ബാക്ക് കാണാൻ പറ്റൊന്നുമില്ല. തോറ്റടാ തോറ്റ് എടാ ആരും എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് പോയത്. എന്തായാലും ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ കയറിയിട്ട്. അതൊന്നും കളി കഴിഞ്ഞില്ലേ? പിറ്റ് സ്റ്റോപ്പ് എത്തറിയില്ല. എത്തി കഴിഞ്ഞു. ഹലോ, ഞാൻ തോക്കാൻ പോകുന്നു ഗൈസ്. മറ്റേതിൽ ഫസ്റ്റ് കിട്ടിയത് ഭയങ്കര ഈസിയായി. പിന്നെ ആരോ വിളിച്ചതാണ്, ഇത് വേറെ ഒന്നുമില്ല. എന്തോടെ കഴിയാത്ത കുറേ ഉണ്ടാവും.
ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പരീക്ഷേൻ്റെ മാർക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ ബെഞ്ചിൽ പോയി ഇടിച്ച് കാര്യം മുട്ട് ഫുൾ പവറിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാണ്. ആ പോട്ട പറക്കുന്നു. ഇത് ഇങ്ങനെ പോയിട്ട് ഇതോടെ കഴിയാത്ത കുറേ നേരമല്ലോ. പിള്ളേരൊക്കെ കഴിഞ്ഞു പോയിക്കാണും. എത്തി കഴിഞ്ഞു. യെസ്, ഈ ഗെയിമിന് ഞാൻ റേറ്റിംഗ് നല്ല റേറ്റിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ലാസ്റ്റ് ഒരു പവറിൽ പറക്കാം. 3, 2, 1 കഴിഞ്ഞു. 20 ഇടിച്ച്. അപ്പോൾ ഇതിന് റേറ്റിംഗ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 8.5 ഔട്ട് ഓഫ് 10. നല്ല ഗെയിമാണ്, സീൻ ഗെയിമാണ്, പൊളി ഗെയിമാണ്. FX റേസർ ഞാൻ നല്ല റെക്കമെൻഡ് ചെയ്യുന്നു. ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാം. നമ്മൾ നെക്സ്റ്റ് ഗെയിം തുടങ്ങുകയാണ്. മോണോപോസ്റ്റോ എന്നാണ് പേര്. ഇത് കാണാം, മോണോപോസ്റ്റോ. ഇത് സെയിം ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ ആദ്യം വരുന്നതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിം. നല്ല റേറ്റിംഗ് ഉണ്ടാവും. ഇതെനിക്ക് കളിക്കാറിയില്ല, അപ്പോൾ ഞാൻ ഒന്ന് നോക്കട്ടെ. എന്താ ഗ്രാഫിക്സ്! മറ്റേ ഫസ്റ്റ് ഗെയിം ഇങ്ങനത്തെ ഗ്രാഫിക്സ് ട്രൈ ചെയ്തിട്ട് ഫെയിലായത്. അതാണ് മതി പോയി മതി. ഒരു ക്വിക്ക് റേസ് ട്രൈ ചെയ്യാം. ആരാ വേണം? ഇതെടുക്കാം. നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇയാളെ വേണം. ഇയാളെടുക്കാം. എവിടെയൊക്കെ ഉണ്ട്? ഫ്രീ ആയിട്ട് ചൈനയിൽ പോകണം. F1 ഒഫീഷ്യൽ ഗെയിം കളിക്കാൻ പറ്റൂല. എനിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഇതിൽ. നിങ്ങൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഗെയിം കളിക്കാമെന്നൊന്നും പറഞ്ഞു തരുമോ? ഗെയിമല്ല, ക്യാമറയും സൗണ്ടും കൊണ്ടുവരുന്നത്. നമ്മളെവിടെ? മാക്സൊക്കെ ഫ്രണ്ടിലാണോ? ഈസി. നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല. കണ്ടോ ഇത് കഴിഞ്ഞടാ. എന്ത് മഴയാടാ ഇത്! ഇത് ഗ്ലിച്ചാവുന്നുണ്ട്. ഇത് പുറത്താണ് കാണുന്നത്. എടാ ഇത് പറ്റുന്നില്ലല്ലോ. എൻ്റെ വണ്ടി പോലില്ല. എന്തോ ഡാമേജ് ഉണ്ടെന്ന് പറയുന്നത്. എത്രാമത്തെ യാം. എൻ്റെ പേര് യാം. അത് വെജിറ്റബിളിൻ്റെ പേരല്ലേ അത്? കയറിപ്പോയി. ഈ എത്ര ലാപ്പുണ്ട്? 2 ഉള്ളൂ. എന്നാ കുഴപ്പമില്ല, കുറച്ചൊക്കെ അറിയാം. ഞാൻ വന്നത് എനിക്ക് കുറേ പെനാൾട്ടി കിട്ടുമായിരിക്കും. ഞാൻ 2 ഇല്ലേ? യെല്ലോ ഫ്ലാഗ് ട്രാക്ക് ക്ലിയർ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് കിട്ടി തുടങ്ങി എനിക്ക്. പറഞ്ഞിട്ട് ഇടി കിട്ടി. പോടാ. റേസ് റിസൾട്ട്സ് 0 റേസിംഗ് പോയിന്റ്സ്. നല്ല ഗെയിം. ഇത് കളിക്കുന്നില്ല. നല്ല റേറ്റിംഗ് ഞാൻ പറയാൻ പോവാണ്. റേറ്റിംഗ് നല്ല റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിനൊരു ഞാൻ 10 ഔട്ട് ഓഫ്. അത് അടുത്ത കളിയാണ്. ഞാനില്ല കളിയെടുത്ത് അപ്പം ഇത് ഞാൻ കളിക്കുന്നില്ല. ഞാൻ ഒരു ഗെയിമിൽ ഇത് കളിക്കാം.
ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ 9.5 ഔട്ട് ഓഫ് 10. അപ്പോൾ ഇപ്പം ഞാൻ റേറ്റിങ്സൊക്കെ കാണിക്കാം. ആ റേറ്റിങ്സ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ റിവ്യൂ അപ്പോൾ A4 ഔട്ട്.